സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള തീരുമാനത്തോട് ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. LDFനും UDFനും പരാജയ ഭീതിയാണ്. സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കേസും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലായതും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതുമെല്ലാം ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർത്തിരിക്കുകയാണ്. CPMനും LDFനും ജനവിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. UDFനും പരാജയ ഭീതിയാണ്. കാരണം കോൺഗ്രസിനകത്തെ നേതൃത്വ പ്രശ്നങ്ങളും കേരള കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് വിട്ടുപോയതും UDFനകത്തെ തമ്മിലടിയും UDFന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം നഷ്ടമായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനാണ് UDFും സമ്മർദ്ദം ചെലുത്തുന്നത്. UDFിൻ്റേത് വിചിത്രമായ വാദമാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മാറ്റിവെക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. തീർത്തും യുക്തിരഹിതമായിട്ടുള്ള ഒരു നിലപാടാണത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ നാടിനില്ല എന്നുള്ളത് കൊണ്ടാണ്. വെറും 4 മാസം മാത്രം സമയം ലഭിക്കുന്ന 2 നിയമസഭാ സാമാജികന്മാരെ ഈ സമയത്ത് തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മുടെ നാടിനോ ജനാധിപത്യ സംവിധാനങ്ങൾക്കോ ഒരു തരത്തിലുള്ള പ്രയോജനവുമില്ല. നിയമസഭാ സമ്മേളനം പോലും 1, 2 അതിലപ്പുറം നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, അത് നടപ്പാക്കണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന് പറയുന്ന UDFിൻ്റെ വിചിത്രമായ നിലപാടിന് പിന്നിൽ പരാജയ ഭീതിയാണ്. LDFനും UDFനും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനെ മറച്ചു വെക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നുള്ള ആവശ്യവുമായി വന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നീട്ടിവെക്കരുത്, സമയത്ത് തന്നെ നടക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവും വോട്ടെടുപ്പും നടത്താനുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. കോവിഡ് കാലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മോഡിൽ മാറ്റം വരുത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചാൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനത്തെ അത് ബാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം അത് മാറ്റിവെക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാനുള്ള മടി കാരണം UDFും LDFും ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ ആദ്യമേ തന്നെ ഞാൻ ഈ നിലപാട് പറഞ്ഞതാണ്. ഞങ്ങൾ ഈ നിലപാട് പറഞ്ഞതാണ്. അന്ന് എല്ലാവരും പേടിച്ചിട്ട് പിന്നെ ഈ നിലപാട് പറഞ്ഞില്ല. ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാത്തതാണ്. 4 മാസത്തെ കാലാവധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞത്. അതല്ലാതെ അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല. 4 മാസത്തേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അപ്രായോഗികമായിട്ടുള്ളതാണ്, അനാവശ്യമായിട്ടുള്ളതാണ് എന്നാണ് ആ കാര്യത്തിൽ ഞങ്ങളെടുത്ത സുചിന്തിതമായിട്ടുള്ള നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനുവരിയിലേക്ക് ആക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാനൊക്കെയാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കുന്നത്. അല്ല, അത് ജനുവരിയിൽ കോവിഡ് കുറയുമെന്നെന്താ ഉറപ്പുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജനുവരിയിൽ കോവിഡ് കുറയും, അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടും ആരോഗ്യ വകുപ്പിൻ്റെതോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന വിദഗ്ധന്മാരുടേതോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല.
ഒക്ടോബറിൽ കോവിഡ് കൂടും, നവംബറിൽ കുറയും, ജനുവരിയിൽ കുറയും എന്നൊക്കെ പറയുന്നത് എന്ത് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. കോവിഡ് എന്തായാലും ഒരു മാർച്ച് മാസം വരെ ഇതേപോലെ തുടരാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് കോവിഡിന്റെ പേര് പറഞ്ഞ് ജനുവരിയിലേക്ക് മാറ്റി, ജനുവരിയിൽ കോവിഡ് കൂടിയാൽ വീണ്ടും മാറ്റി വെച്ചോ? ജനുവരിയിൽ കോവിഡ് കൂടിയാൽ അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചോ? തെരഞ്ഞെടുപ്പിന്റെ രീതികളാണ് മാറേണ്ടത്, തീയതിയല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ചിട്ടപ്പെടുത്താൻ സാധിക്കും, വോട്ടെടുപ്പ് ക്രമീകരിക്കാൻ സാധിക്കും. ഇതെല്ലാം ശരിയായ നിലയിൽ പരിശോധിച്ച് കോവിഡ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത്. ഈ കോവിഡ് നേരിടുന്നതിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. കോവിഡ് നേരിടാൻ ഫലപ്രദമായി ഇടപെട്ടിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളാണ്. ജനങ്ങൾക്ക് കോവിഡിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ നടപടികളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളാണ് നിർവഹിച്ചത്. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ കാര്യത്തിലായാലും ഫസ്റ്റ് ടൈം ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ കാര്യത്തിലായാലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിനെ സഹായിക്കുന്ന കാര്യത്തിലായാലും എല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് മികച്ച പ്രവർത്തനം കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഭരണം ഏൽപ്പിച്ചാൽ ഇതെല്ലാം അവതാളത്തിലാവും. അപ്പോൾ കോവിഡ് ഭീതി പരിഹരിക്കുന്നതിന് കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണസാരഥ്യം ജനപ്രതിനിധികൾക്ക് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ തീർച്ചയായിട്ടും എല്ലാ കൊലപാതകങ്ങളും ശരിയായ നിലയിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ആ പ്രദേശത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് നടന്നത് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികളാണ് പരിശോധിച്ച് ശരിയായ നടപടി സ്വീകരിക്കേണ്ടത്. അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ, യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. അത് ഇതുവരെ പോലീസ് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയമായി ബന്ധമുള്ള ഏതെങ്കിലും ആളുകളാണ് ഈ കേസിൽ പങ്കാളികളായത് എന്ന് പോലീസ് ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ബിനീഷ് കോടിയേരിയുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായും മയക്കുമരുന്ന് കച്ചവടവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തിനും ബംഗളൂരു മയക്കുമരുന്ന് കേസിനും ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആദ്യം BJP-യാണ് പൊതുസമൂഹത്തോട് പറഞ്ഞത്. അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള സത്യസന്ധത CPM നേതൃത്വം കാണിക്കണം. CPM-ന്റെ പാർട്ടി പ്ലീനം പാലക്കാട് ചേർന്ന് പാർട്ടി നേതാക്കളും ബന്ധുക്കളും പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് പരസ്യമായ അഭിപ്രായം പറഞ്ഞതാണ്, പ്രമേയം പാസാക്കിയതാണ്, റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെതിരെയല്ല. പോളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയാണ്. നിരവധി ആരോപണങ്ങൾ ബിനീഷ് കോടിയേരിക്കും ബിനോയ് കോടിയേരിക്കുമെതിരെ ഉയർന്നു വന്നപ്പോൾ ആ കേസുകളൊന്നും അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞവരാണ് UDF-ഉം LDF-ഉം. കേന്ദ്രം അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ബിനീഷ് കോടിയേരി നിയമത്തിന്റെ വലയിലായത്. അതുകൊണ്ട് ബിനീഷ് കോടിയേരി നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം പറയണം. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കണം. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മകന്റെ അന്വേഷണത്തിന് വഴി തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ധാർമ്മിക നിലപാട് അതാണ്.
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഉള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ബിനീഷ് കോടിയേരി ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. അല്ലാതെ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ഒരു സാധാരണ പൗരന് ഇത്രയും വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനോ ഇത്രയും വലിയ പണത്തിന്റെ ഇടപാടുകൾ നടത്താനോ കഴിയില്ല. ഇതെല്ലാം AKG സെന്ററിന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും മറപിടിച്ചാണ് ബിനീഷ് കോടിയേരി നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ ശ്രീ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് മാതൃക കാണിക്കേണ്ടതാണ് എന്നാണ് BJP-യുടെ നിലപാട്.